ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എറർ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്കും വളരെ ലെങ്തി ആയിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ്. ഈവൻ ഈ എറർ അനാലിസിസൊക്കെ നമുക്ക് 2-3 ലെക്ചേഴ്സിൽ തീർക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പ്ലനേഷൻ ഏറ്റവും മിനിമൽ രീതിയിലാക്കണം. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ഏത് ഭാഗത്ത് നിന്നുള്ള പ്രോബ്ലംസാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ റെഫറൻസ് ബുക്കുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എറർ അനാലിസിസിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എറർ എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത വാല്യൂസിൻ്റെ ആവറേജ്, അതാണ് ട്രൂ വാല്യൂ. ഇനി മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ x1, x2 എക്സെട്ര n നമ്പർ ഓഫ് വാല്യൂസ് നമ്മൾ മെഷർ ചെയ്തു. നമ്മളതിൻ്റെ മീൻ എടുത്തു, അതാണ് എക്സം, ആവറേജ് വാല്യൂ, അതല്ലെങ്കിൽ ട്രൂ വാല്യൂ. അപ്പോൾ നമുക്കിപ്പോൾ x1ലുള്ള എററിനെ ഞാൻ വിളിച്ചു, ഡെൽറ്റ x1 എന്ന് വിളിച്ചു, അല്ലെങ്കിൽ അതിനെ അബ്സല്യൂട്ട് എറർ എന്ന് വിളിച്ചു. അബ്സല്യൂട്ട് എറർ ഇൻ x1 ദാറ്റ്സ് ഈക്വൽ ടു മോഡ് x1 മൈനസ് എക്സം. ഓക്കെ, അങ്ങനെ നമ്മൾ x1ലുള്ള അബ്സല്യൂട്ട് എറർ കണ്ടു, x2ലുള്ള അബ്സല്യൂട്ട് എറർ കണ്ടു. അങ്ങനെ നമ്മൾ അതിൻ്റെ മീൻ കണ്ടപ്പോൾ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് ടേംസൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. റിലേറ്റീവ് എറർ, അതുപോലെ പെർസെൻറ്റേജ് എറർ, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എക്സ്പോണൻഷ്യൽ റൂള്, അതല്ലെങ്കിൽ എറർ ഇൻ ദ പവർ ഓഫ് എ ക്വാണ്ടിറ്റി. അത് ഞാൻ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. പലർക്കും അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ z ഈക്വൽ ടു a raised to n ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ഉണ്ടാകുന്ന എററാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ഈക്വൽ ടു a പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ഹോൾ പവർ n. കാരണം z ഈക്വൽ ടു a raised to n ആണ്. അപ്പോൾ z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ഹോൾ പവർ n ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ എനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും a കോമൺ ആയിട്ട് പുറത്തേക്ക് വന്ന a raised to n കോമൺ ആയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ഡിവൈഡഡ് ബൈ a ഹോൾ പവർ n. നമുക്കറിയാം a raised to n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? z തന്നെയാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ഈക്വൽ ടു a raised to n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ആണ്, z ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എക്സ് ഹോൾ പവർ എന്നിനെ ഞാൻ ബൈനോമിയൽ തിയറം അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 1 പ്ലസ് ഓർ മൈനസ് എക്സ് ഹോൾ പവർ എന്നിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹയർ പവറൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് ആദ്യത്തെ 2 ടേം ഇങ്ങനെ എഴുതാം, 1 പ്ലസ് ഓർ മൈനസ് എൻ എക്സ്. ബാക്കി എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് വരുന്ന ടൈമൊക്കെ എന്തായിരിക്കും? സ്മോൾ ടേംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1 പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്? ഡെൽറ്റ എ ഹോൾ ഡിവൈഡഡ് ബൈ എ. പിന്നെ ആ ടേമൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ഡിവൈഡഡ് ബൈ z ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടും z ഇൻറ്റു ഡിവൈഡഡ് ബൈ z ചെയ്തു, z ബൈ z ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ബാക്കിയുള്ള ടേംസൊക്കെ ഞാൻ എന്ത് ചെയ്തു? നെഗ്ലക്റ്റ് ചെയ്തു. ഓക്കെ, z ബൈ z എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ഈക്വൽ ടു z ബൈ z കട്ടായിപ്പോയി. ബാക്കിയാലുള്ളത് 1 പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, അപ്പോൾ ഈ 1 രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിന് ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഒഴിവാക്കി. ബാക്കി എൻ്റെ കയ്യിൽ ആരുണ്ട്?
ഡെൽറ്റ സെറ്റ് ഈക്വൽ ടു n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ഓക്കെ, ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ഉണ്ട് കേട്ടോ, സോറി ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ഈക്വൽ ടു n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പോൾ ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ ഇൻ സെറ്റ്. ഓക്കെ, അതെന്തായിരിക്കും? n ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേറ്റീവ് എറർ. ഓക്കെ, അപ്പോൾ a⁻n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, nth പവറുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ടേം. ആ ടേമിലുള്ള അതിൻ്റെ എക്സ്പെൻഷൻ nth ടേമിലുള്ള എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ എ ആയിരിക്കും. ഇനി ഇവിടെ ഒരു സംശയമുണ്ട്, ഞാൻ അപ്പോൾ അത് പോസിറ്റീവ് ടേം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ നെഗറ്റീവ് ടേം നമ്മളിങ്ങനെയുള്ളതൊന്നും നെഗറ്റീവ് ടേം എടുക്കില്ല, കാരണം നമുക്ക് എപ്പോഴും എന്തായിരിക്കും പ്ലസ് ഓർ മൈനസിൽ മാക്സിമം എററാണ് വേണ്ടത്. അതുകൊണ്ട് ആ പ്ലസ് ടേം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, മൈനസ് ടേം എടുക്കാൻ പാടില്ല. ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡയറക്റ്റ് ആയിട്ടാണ് എഴുതി പോയതാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഇതുപോലെ z ഈക്വൽ ടു a⁻p ഇൻറ്റു b⁻q ഡിവൈഡഡ് ബൈ c⁻r ഇങ്ങനെയാണ് ഉള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഇതിലുള്ള മാക്സിമം എററാണ് കാണുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി എന്ത് ചെയ്യാം, ആദ്യം ലോഗ് എടുത്തു. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ലോഗ് ഇൻറ്റു a⁻p ഇൻറ്റു b⁻q, ശേഷം ലോഗ് a ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് c⁻r. ഇനി ലോഗ് a ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് a പ്ലസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് a⁻p പ്ലസ് ലോഗ് b⁻q മൈനസ് ലോഗ് c⁻r. ഇതാണ് എന്ത്? ലോഗ് സെറ്റ്. ഓക്കെ, ഇനി എനിക്കിതിനെങ്ങനെ എഴുതാം? ലോഗ് z ഈക്വൽ ടു p ഇൻറ്റു ലോഗ് എ പ്ലസ് q ഇൻറ്റു ലോഗ് ബി മൈനസ് r ഇൻറ്റു ലോഗ് സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേമിനൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഗ് സെറ്റിൻ്റെ ഡിഫറൻഷ്യൽ 1/z, സെറ്റിൻ്റെ ഡിഫറൻഷ്യൽ dz, p ഇൻറ്റു ലോഗ് എൻ്റെ ഡിഫറൻഷ്യൽ dA/a പ്ലസ് q കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് ബിൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? db ഡിവൈഡഡ് ബൈ b മൈനസ് r ഇൻറ്റു dc ഡിവൈഡഡ് ബൈ c. ഓക്കെ, ഇനി നമ്മൾ എററിൻ്റെ ടേമിലേക്ക് മാറ്റുന്ന സമയത്ത്, റിലേറ്റീവ് എററിൻ്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് p ഇൻറ്റു ഡെൽറ്റ a ബൈ a പ്ലസ് ഓർ മൈനസ് q ഇൻറ്റു ഡെൽറ്റ b ബൈ b പ്ലസ് ഓർ മൈനസ് r ഇൻറ്റു ഡെൽറ്റ c ബൈ c. അവിടെ മൈനസ് ആയിരുന്നു, പക്ഷേ ഞാൻ എററിൻ്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് ഓർ മൈനസ് എഴുതി. ഇനി എപ്പോഴും ഞാൻ എന്താ പറഞ്ഞു, മാക്സിമം എററാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ടേമുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. മൈനസ് ടേമുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം റിലേറ്റീവ് എറർ ഇൻ സെറ്റ് ഡെൽറ്റ z ബൈ z ഈക്വൽ ടു p ഇൻറ്റു ഡെൽറ്റ a ബൈ a പ്ലസ് q ഇൻറ്റു ഡെൽറ്റ b ബൈ b പ്ലസ് r ഇൻറ്റു ഡെൽറ്റ c ബൈ c. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ മൈനസ് ടേം എന്ത് ചെയ്യാത്തത്, കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 3 പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എന്ത് ചെയ്തിരുന്നു, സോൾവ് ചെയ്തിരുന്നു. സൊല്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The period of oscillation of a simple pendulum is t equal to 2 pi into root L by g. Measured value of L is 20 cm, known to 1 mm accuracy. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കണം, 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവാൻ സാധ്യതയുള്ള എററാണ്. ഓക്കെ, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ L എഴുതി. L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 20 സെൻറ്റിമീറ്റർ ആണ്. ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0.1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ടൈം ഫോർ ദ 100 ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഈസ് 90 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അതെന്താണ്, 90 സെക്കൻഡ് ആണ്. ഒരു റിസ്റ്റ് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്, യൂസിങ് എ റിസ്റ്റ് വാച്ച് ഓഫ് 1 സെക്കൻഡ് റെവല്യൂഷൻ. അതിൽ നമുക്ക് മനസ്സിലാക്കണം, അതിലെ
ടൈമിലുണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 1 സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ജിയിലുണ്ടാകുന്ന ടൈം പീരീഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജിയിലുണ്ടാകുന്ന അൺസർട്ടനിറ്റി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ജിയിലുണ്ടാകുന്ന എറർ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കാണാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എന്താണ്? ടി ഈക്വൽ ടു 2π ഇൻറ്റു √L/G. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇക്വേഷൻ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഒന്ന് സ്ക്വയർ ചെയ്തു. T² ഈക്വൽ ടു 4π² ഇൻറ്റു L/G. 4π² ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും? ജി കിട്ടും. ജി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു L ഡിവൈഡഡ് ബൈ T². സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു L ഡിവൈഡഡ് ബൈ T². ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ റൂൾ ഉപയോഗിക്കാം, കോഷ്യൻ റൂൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കിട്ടും ΔG/G ഈക്വൽ ടു ΔL/L പ്ലസ് ഓർ മൈനസിൽ പ്ലസ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ, 2 ഇൻറ്റു ΔT/T. 2 ഇൻറ്റു ΔT/T. ഇനി നമ്മളോട് വാട്ട് ഈസ് ദ ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് റിലേറ്റീവ് എറർ ആണോ അതല്ല പെർസെൻറ്റേജ് എറർ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഇതിൻ്റെ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷന് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പെർസെൻറ്റേജിലാണ്. അപ്പോൾ ആൻസേഴ്സ് കാണുമ്പോൾ 4 ആൻസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പെർസെൻറ്റേജ് എററാണ് കാണാനുള്ളതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പെർസെൻറ്റേജ് എറർ മെഷർ ചെയ്യുന്നു. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ്. അപ്പോൾ ΔG/G ഇൻറ്റു 100 ഈക്വൽ ടു ΔL/L ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ΔT/T ഇൻറ്റു 100. ΔT/T ഇൻറ്റു 100. അപ്പോൾ ΔG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ΔG/G ഇൻറ്റു 100 അതാണ് എന്ത്? ജിയിലുണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ. അതെനിക്ക് അറിയില്ല, അതാണ് എനിക്ക് കാണാനുള്ളത്. ΔL ഒക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ΔL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.1 ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20. അപ്പോൾ 0.1 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ΔT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. 1/T എന്ന് പറഞ്ഞാൽ 90 ഇൻറ്റു 100. 200. ഇനി 0.1 ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. 10/20 എന്ന് പറഞ്ഞാൽ 1/2. 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5. അതുപോലെ തന്നെ 2/90 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 2.22. അതായത് 1/45 ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2.22 കിട്ടും. അപ്പോൾ ടോട്ടലി നമുക്ക് എന്ത് കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു 2.72. ഓക്കെ, അപ്പോൾ 2.72% ആണ്. കാരണം നമ്മൾ പെർസെൻറ്റേജ് എററാണ് കണ്ടത്. അപ്പോൾ ജിയിലുള്ള പെർസെൻറ്റേജ് എറർ ഇൻ ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.72 ആണ്. ആൻസർ കീഴിലുള്ള ഓപ്ഷൻ 3 ആയിരുന്നു. അപ്പോൾ 2.72 ഓൾമോസ്റ്റ് 3യോട് എന്താണ്? ചേർന്ന് നിൽക്കുന്ന സംഖ്യയാണ്. ബാക്കിയുള്ളതൊക്കെ വേറെ എക്സാക്ട്ലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ആൻസർ കീഴിലെ ഓപ്ഷൻ എന്താണ്? 3% ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. എക്സാക്റ്റ് ആൻസർ ആണെങ്കിൽ 2.72. അവർ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3 എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 2 റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് R1 ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 0.5 ohm ആൻഡ് R ഈക്വൽ ടു 16 പ്ലസ് ഓർ മൈനസ് 0.5 ohm are connected, first question, in series and then in parallel, find the equivalent resistance in each case with the limit of percentage error. അപ്പോൾ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 റെസിസ്റ്റർ തന്നിട്ടുണ്ട്. അത് സീരീസ് ആയിട്ടും പാരലലായിട്ടും കണക്ട് ചെയ്തു. നമ്മളോട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന എറർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള എററും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള എററും എന്ത് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്? കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സോൾവ് ചെയ്യാണ്. ഇൻ സീരീസ്, അപ്പോൾ സീരീസ് ആയിട്ട് ചെയ്യുന്ന സമയത്തുള്ള എറർ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് എന്ത് ചെയ്യാം?
എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു സീരീസ് ആണെങ്കിൽ എന്താണ് ഫോർമുല R1 പ്ലസ് R2. അപ്പോൾ R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 4 ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്. അപ്പോൾ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 പ്ലസ് R2. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 4 ± 0.5 ഓം പ്ലസ് 16 ± 0.5 ഓം. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ദാറ്റ്സ് ഈക്വൽ ടു 4 + 16 എന്ന് പറഞ്ഞാൽ 20 ± 1. ഇതായിരിക്കും എന്ത് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പക്ഷെ ഓപ്ഷൻ അങ്ങനെ ആയിരിക്കില്ല. ഓപ്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ആറിലുള്ള പെർസെൻറ്റേജ് എററിൻ്റെ ടേമിലാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റുള്ളത്, കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആറിലുണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? Δr/r × 100 ആണ്. അപ്പോൾ Δr എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടി? 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം 20 ± 1 ആണല്ലോ Δr. അപ്പോൾ 1 / r എന്ന് പറഞ്ഞാൽ എന്താണ്? 20 × 100. അപ്പോൾ ഒരു 0 എന്തായി കട്ടായി പോയി. 10/2 എന്ന് പറഞ്ഞാൽ 5%. പെർസെൻറ്റേജ് എറർ 5% ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? R ഈക്വൽ ടു 20 ഓം മെഷർ ചെയ്ത വാല്യൂ. അതിൽ എത്ര വരെ എറർ വരാം? 5% എറർ വരാം. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, ഇനി പാരലൽ ആണെങ്കിൽ എന്താണ് ആൻസർ നോക്കാം. ഇൻ പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു R1 × R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 4 ആണ്. R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 16 ആണ്. ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ 4 + 16 എന്താണ്? 20 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 20. ദാറ്റ്സ് ഈക്വൽ ടു 3.2 ഓം. ഓക്കെ, അപ്പോൾ ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എറർ മെഷർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റിലേറ്റീവ് എറർ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ റിലേറ്റീവ് എറർ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആ ഫോർമുല കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാക്റ്റ് ഫോർമുല എന്താണ്? 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. നമുക്ക് റിലേറ്റീവ് എറർ ആണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 1/rൻ്റെ ഡിഫറൻഷ്യൽ -1/r² ഇൻറ്റു dr. ഓക്കെ, ആറിൻ്റെ ഡിഫറൻഷ്യൽ dr. ഇനി 1/r1ൻ്റെ ഡിഫറൻഷ്യൽ ആ ഫോമിൻ്റെ ഡിഫറൻഷ്യൽ 1/xൻ്റെ ഡിഫറൻഷ്യലാണ് -1/x². -1/r1² ഇൻറ്റു dr1 പ്ലസ് -1/r2² ഇൻറ്റു dr2. ഓക്കെ, ഇനി നമുക്ക് എഴുതാൻ പറ്റും. എല്ലാത്തിനും കോമൺ ആയിട്ട് മൈനസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മൈനസിനെ കട്ട് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ എറർ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ടേം കൺസിഡർ ചെയ്യില്ല. നമ്മൾ മാക്സിമം എററാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ എററിൻ്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ Δr/r² ഈക്വൽ ടു Δr/r² പ്ലസ് Δr2 ഡിവൈഡഡ് ബൈ R2². ഓക്കെ, ഇനി അതിലെ Δr ഞാൻ എന്ത് ചെയ്യാണ്? കാണുകയാണ്. അപ്പോൾ Δr എന്ന് പറഞ്ഞാൽ എറർ ഇൻ R. ഓക്കെ, എറർ ഇൻ R ആണ് Δr. അപ്പോൾ Δr ഈക്വൽ ടു R²നെ കോമൺ ആയിട്ട് എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് കൊണ്ടുപോയി. R² ഇൻറ്റു Δr1 ഡിവൈഡഡ് ബൈ R1² പ്ലസ് Δr2 ഡിവൈഡഡ് ബൈ R2². ഓക്കെ, ഇനി വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് Δr കിട്ടും. ആറിലുള്ള എറർ എനിക്ക് കിട്ടും. Δr ഈക്വൽ ടു R². R എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? 3.2 ആണ്. 3.2² ഇൻറ്റു Δr1/r1². Δr1 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. Δr1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. Δr2 എന്ന് പറഞ്ഞാലും എന്താണ്? 0.5 ആണ്. അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 4² പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 16 ആയില്ലേ? 16². ഓക്കെ, ഇതാണ് എന്ത്? Δr.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഏകദേശം 0.34 ഓം ഉണ്ടാവും. 0.34. അപ്പോൾ നമുക്ക് R കിട്ടി. R ഈക്വൽ ടു നമ്മളങ്ങനെ എഴുതൽ R ഈക്വൽ ടു R പ്ലസ് ഡെൽറ്റ R എന്നാണ് എഴുതൽ. അപ്പോൾ R ഈക്വൽ ടു എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി 3.2 ഓം പ്ലസ് ഓർ മൈനസ് എറർ നമുക്ക് കിട്ടി 0.34. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതണം? 3.2 പ്ലസ് ഓർ മൈനസ് 0.34 ഓം. ഓക്കെ, പെർസെൻറ്റേജ് എററിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എററിൻ്റെ ടേമിലേക്ക് എന്ത് ചെയ്യുക? മാറ്റി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഡെൽറ്റ R/R ഇൻറ്റു 100 കാണണം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ 0.34. 0.34 ഡിവൈഡഡ് ബൈ 3.2 ഇൻറ്റു 100 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 10.625% കിട്ടും. അപ്പോൾ നമ്മുടെ R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3.2 പ്ലസ് ഓർ മൈനസ് 10.625%. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത് ഓപ്ഷനിലുള്ള ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ നെറ്റിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ JEEക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പ്രീവിയസ് JEE ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്കങ്ങനെ കാണുമ്പോൾ ആ ഓപ്ഷൻസിൽ ന്യൂമറിക്കൽ ആൻസേഴ്സ് ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കറക്കി കുത്താനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. നമ്മളതെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലുമൊക്കെ അത് കറക്കി കുത്തും. ആൻസർ എന്തായിരിക്കും? ഗസ് ചെയ്ത ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് അതുവരെ കിട്ടിയ സ്കോർ എന്ത് ചെയ്യും? അതിന്ന് ഈ തെറ്റ് കാരണം മൈനസ് ആവും. അങ്ങനെ ഒരുപാട് മൈനസുകൾ വന്ന് എന്ത് ചെയ്യും? നമ്മുടെ നെറ്റ് എന്നും ഒരു സ്വപ്നമായിട്ട് ബാക്കി നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും നമ്മൾ മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. അപ്പോൾ യൂസിങ് ദ എക്സ്പ്രഷൻ 2D sin θ ഈക്വൽ ടു ലാംഡ, one calculate the value of D by measuring the corresponding angle theta. The theta in the range 0 degree to 90 degree. The wavelength lambda is exactly known and the error in theta is constant for all value of theta. As theta increases from 0 degree to 90 degree ആണ് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നു absolute error in D remains constant, absolute error in D decreases, fractional error അതായത് relative error in D remains constant, അതല്ലെങ്കിൽ fractional error in D decreases. അപ്പോൾ ഇവിടെയൊക്കെ ഡിയിലുണ്ടാകുന്ന എറർ കൂടുന്നു കുറയുന്നു, കോൺസ്റ്റൻ്റ് ആകുന്നു. ഡിയിലുണ്ടാകുന്ന ഫ്രാക്ഷണൽ എറർ കൂടുന്നു കുറയുന്നു. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിയിലുണ്ടാകുന്ന എറർ മെഷർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഡിയിലുണ്ടാകുന്ന എറർ നമുക്ക് മെഷർ ചെയ്യാം. ആക്ച്വലി അവർ മെഷർമെൻറ്റ് നടത്തുന്നത് തീറ്റയ്ക്കാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. അങ്ങനെയാണെങ്കിൽ തീറ്റയിലുണ്ടാകുന്ന എററിനനുസരിച്ച് ആരിൽ എറർ ഉണ്ടാകും? ഡിയിൽ എറർ ഉണ്ടാകും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഡി നമുക്ക് കിട്ടും. ഡി 2 sin θ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ λ/2 ഇൻറ്റു sin θ അപ്പുറത്തേക്ക് പോകുമ്പോൾ കൊസീക് തീറ്റ. ഇനി ഞാനിതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഡി വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ തീറ്റ. ഡി തീറ്റയാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം എററിൻ്റെ ടേമിലേക്ക് മാറ്റും. ഇവിടെ ആദ്യം തന്നെ എററിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? λ/2 കോൺസ്റ്റൻ്റ് ആണ്. കൊസീക് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താണ്? മൈനസ് കൊസീക് തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ. മൈനസ് കൊസീക് തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ഡി എന്ന് പറഞ്ഞാൽ ഡിയിലുണ്ടാകുന്ന എറർ. ഡെൽറ്റ ഡി ഈക്വൽ ടു മൈനസ് λ/2 ഇൻറ്റു കൊസീക് തീറ്റ കോട്ട് തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ഡി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രാക്ഷണൽ എററാണ്. അപ്പോൾ ഈ സൈഡിൽ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ഡി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? λ/2 ഇൻറ്റു കൊസീക് തീറ്റയാണ്. അപ്പോൾ മേലുള്ള കൊസീക് തീറ്റയും താഴെയുള്ള കൊസീക് തീറ്റയും കട്ടായിപ്പോയി. λ/2 എന്തായിപ്പോയി? കട്ടായിപ്പോയി. അപ്പോൾ ഡിയിലുള്ള എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഡി ബൈ ഡി ഈക്വൽ ടു മൈനസ് കോട്ട് തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. മൈനസ് കോട്ട് തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. തീറ്റ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ
എന്തായിരിക്കും മൈനസ് കോട്ട് തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. അതായത് ഡെൽറ്റ ഡി ബൈ ഡി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. അപ്പോൾ തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലേറ്റീവ് എറർ ഇൻ ഡി എന്തായിരിക്കും ഡിക്രീസ് ചെയ്യായിരിക്കും ഉണ്ടാകുക. അതായത് ഫ്രാക്ഷണൽ എറർ ഇൻ ഡി ഡിക്രീസസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫ്രാക്ഷണൽ എറർ ഇൻ ഡി ഡിക്രീസസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു CSIR എക്സാം എടുത്താലും എറർ അനാലിസിൻ്റെ മിനിമം 2 പ്രോബ്ലംസ് എന്ത് ചെയ്യും കാണാൻ സാധിക്കും. ഗേറ്റിനും ജസ്റ്റിനൊക്കെ എന്ത് ചെയ്യും ഇത് ചോദിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.